ഹായ് ആൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. ഇപ്പോൾ ടൈപ്പിസ്റ്റ് പരീക്ഷയെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷനുമായിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ പേരൊക്കെ ടൈപ്പിസ്റ്റ് പരീക്ഷകൾക്കുള്ള പ്രിപ്പറേഷൻ കഴിഞ്ഞ്, അതായത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തോടു കൂടി കുറേ പരീക്ഷകളൊക്കെ കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇനി എന്ത് എന്ന് ആലോചിച്ചിരിക്കുന്നവരുണ്ടാകാം. KGT പോലെയുള്ള കോഴ്സുകളെല്ലാം പാസ്സായിട്ട് ഇനി ഏതാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷ അത്ര നല്ല പോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല, ഇനി ഏതെങ്കിലും വിളിക്കാനുണ്ടോ, ഇനി ഏത് പരീക്ഷയ്ക്കാണ് ഞങ്ങൾ തയ്യാറെടുക്കേണ്ടത്, ഇതൊക്കെ ഒരുപാട് കുട്ടികൾ നമ്മളോട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും അവസാനം വരെ ക്ലാസ് കാണുക. അപ്പോൾ ഇനി വരാനിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നത്. അത് ജില്ലാ അടിസ്ഥാനത്തിൽ വിളിക്കുന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ ക്ലർക്ക് ടൈപ്പിസ്റ്റ് വിജ്ഞാപനത്തിനെയാണ് നമ്മൾ ഇനി കാത്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലായിട്ട് വാട്ടർ അതോറിറ്റി ടൈപ്പിസ്റ്റ് നടന്നു. അതിന് മുൻപായിട്ട് സ്റ്റെനോഗ്രാഫർ, ടൈപ്പിസ്റ്റ്, അങ്ങനെയുള്ള കുറച്ച് പോസ്റ്റുകളിലേക്കുള്ള പരീക്ഷകൾ നടന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇനി വരാനിരിക്കുന്ന, അതായത് കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച അതേ സിലബസ് പ്രകാരമുള്ള അടുത്ത ഒരു പരീക്ഷയാണ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു പരീക്ഷ വിളിച്ചത് 103/2019 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലാണ്. ഇത് ജില്ലാ അടിസ്ഥാനത്തിലാണ്. 14 ജില്ലകളിലേക്കും കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോൾ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ടാണ് വിളിച്ചത്. ഓക്കെ, 14 ജില്ലകളിലേക്കും വിളിച്ചപ്പോൾ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ടാണ് വിളിച്ചത്. അപ്പൊ അതില് എല്ലാ വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ജില്ലാ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അവനവന്റെ ജില്ലയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന പരീക്ഷകൾ, ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പരീക്ഷകൾ ഉണ്ടായിരുന്നു അല്ലെ. ഏതൊക്കെയാണ്? സെക്രട്ടേറിയറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, എല്ലാ ജില്ലകളിലേക്കുള്ള LD ടൈപ്പിസ്റ്റ്, ഇതെല്ലാം ഈ ഒരു പരീക്ഷകളെല്ലാം തന്നെ ഒരു കോമൺ എക്സാം ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് മുതലാണ് നമുക്ക് പ്രിലിംസ് എന്ന് പറയുന്ന ആ ഒരു എക്സാം ഇല്ലാതെ മെയിൻ എക്സാം മാത്രമായിട്ട് പരീക്ഷകൾ നടന്നു തുടങ്ങിയത് അല്ലെ. അപ്പൊ അതിനു മുൻപ് വരെ എന്തുണ്ടായിരുന്നു? 10th ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ളതാണ് എങ്കിൽ അതിന് തക്കതായിട്ടുള്ള കോമൺ ഒരു പ്രിലിമിനറി ഉണ്ടായിരുന്നു. ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ടൈപ്പിസ്റ്റ് പോസ്റ്റുകളാണ് എങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രിലിമിനറി പരീക്ഷകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മെയിൻ എക്സാം മാത്രമായിട്ടാണ് നമ്മൾ പരീക്ഷ നടത്തുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം 2019 ഇത് വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു? പ്രിലിംസ് നടത്തി, അതിനുശേഷമാണ് മെയിൻ എക്സാം നടത്തിയത്. അങ്ങനെ നടന്ന നമ്മൾ ആദ്യം എഴുതിയ പ്രിലിംസ്, 10th പ്രിലിംസിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള പരീക്ഷയായിരുന്നു ഇത്. അപ്പൊ പിന്നീട് എന്തായി? ഇതിന്റെ ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വളരെ ഡിഫറെന്റ് അല്ലേ. പ്രിലിംസിന് വേണ്ട പോലെയല്ല മെയിൻസിന്. ഒരു ടോപ്പിക്കും കോമൺ ആയിട്ട് നമുക്ക് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീട് എന്ത് ചെയ്തു? അത് പ്രിലിംസ് ഇല്ലാതെ മെയിൻസ് മാത്രമാക്കി. അപ്പൊ മെയിൻസിന്റെ സിലബസ് എന്ന് പറയുന്നത് ടൈപ്പ് റൈറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ട 10 മാർക്ക്, GK 10 മാർക്ക്, കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ അവിടെ ഏതൊക്കെയാണ്? അവിടെ എക്സൽ ഉണ്ട്, പവർ പോയിന്റ് ഉണ്ട്, വേർഡ് ഉണ്ട് അല്ലെ, MS ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പിന്നെ ബേസിക് നോളജ്, കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ. അപ്പൊ 40 മാർക്ക്. ദെൻ മലയാളം 20 മാർക്ക്, ഇംഗ്ലീഷ് 20 മാർക്ക്. ഇങ്ങനെയാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. മീഡിയം ഇംഗ്ലീഷ് ആയിരിക്കും. 10th ക്വാളിഫൈഡ് ആണെങ്കിലും ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടായിരിക്കുക. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഈ ക്ലർക്ക് ടൈപ്പിസ്റ്റ് പോസ്റ്റിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC ഓർ ഇക്വാലന്റ് ആയിരുന്നു. 10ാം ക്ലാസ് യോഗ്യതയും ദെൻ ഇംഗ്ലീഷില് ഹയറും മലയാളത്തില് ലോവറുമായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോഴത്തെ ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത്. അപ്പൊ ഇതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ചിലപ്പോൾ ചോദിക്കാം, ബേസിക് കമ്പ്യൂട്ടർ നോളേജ് അങ്ങനെ വല്ലതും ചോദിക്കാൻ സാധ്യതയുണ്ട്, അത്രയേ ഉള്ളൂ. അതല്ലാതെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ലെവലിലേക്ക് അങ്ങനെയൊന്നും മാറാൻ സാധ്യതയില്ല. മനസ്സിലായോ? അപ്പൊ ചിലപ്പോൾ ബേസിക് കമ്പ്യൂട്ടർ നോളേജ് ഒക്കെ ചോദിക്കാം. DCA കമ്പൽസറി അല്ല, അല്ലെങ്കിൽ നിങ്ങൾ +2നോ അങ്ങനെ എപ്പോഴെങ്കിലും കമ്പ്യൂട്ടർ പഠിച്ചാൽ മതിയായിരിക്കും. ആ രീതിയിലുള്ള കമ്പ്യൂട്ടർ നോളേജ് ചോദിക്കാം. അത്ര മാത്രമാണ് സാധ്യതയുള്ളത്. അല്ലാതെ ഈ ഒരു ക്വാളിഫിക്കേഷനിൽ തന്നെയായിരിക്കും അടുത്ത പരീക്ഷയും വിളിക്കുക. അപ്പൊ ഈ പരീക്ഷയുടെ 14 ജില്ലകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റുകൾ
2022 അവസാനം 2023 ആദ്യ സമയങ്ങളോ ആയിട്ട് പുറപ്പെടുവിച്ചതാണ്. അപ്പൊ ഏകദേശം 1.5 കൊല്ലത്തോളമായി ഓരോ ജില്ലകളിലും റാങ്ക് ലിസ്റ്റുകൾ നിലവിൽ വന്നിട്ട്, സാധാരണയായിട്ട് ഒരു പോസ്റ്റിലേക്ക് 1.5 കൊല്ലമൊക്കെയാണ് റാങ്ക് ലിസ്റ്റ് വന്നതെങ്കിൽ പുതിയ നോട്ടിഫിക്കേഷൻ വരും അല്ലെ. 1.5-2 കൊല്ലം റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് 1.5 കൊല്ലത്തിന് 2 കൊല്ലത്തിനൊക്കെ ഇടയ്ക്കാണ് എങ്കിൽ പുതിയ നോട്ടിഫിക്കേഷൻ വരും. എന്നാലാണ് ആ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോഴേക്കും ഈ ഒരു പഴയ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നതിന്റെ ഉള്ളിൽ വേണമല്ലോ ആ ഒരു ടൈം കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം അവസാനം 2024 ഡിസംബർ അല്ലെങ്കിൽ 2025 ആദ്യത്തോടു കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ക്ലർക്ക് ടൈപ്പിസ്റ്റ്. അപ്പൊ കഴിഞ്ഞ പരീക്ഷയൊന്നും അത്ര നല്ല പോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല, എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് വിചാരിച്ച പോലെ പറ്റാത്തവരൊക്കെ ഉണ്ട് എങ്കിൽ ഇനി കൃത്യമായിട്ട് പഠിക്കാനുള്ള സമയമാണത്. അപ്പോൾ പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ലോങ് ടൈം ബാച്ച്. ആ ലോങ് ടേം ബാച്ചിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ടൈം ടേബിൾ അനുസരിച്ച് തന്നെ നിങ്ങൾക്ക് പഠിച്ചു മുന്നോട്ട് പോകാം. ശരിക്കും കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ. കമ്പ്യൂട്ടർ ആണെന്നുണ്ടെങ്കിൽ വേർഡ്, പവർ പോയിന്റ്, എക്സൽ ഇതെല്ലാം MS Office 2007 ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് സിലബസ് പ്രകാരം. ചിലപ്പോൾ സിലബസ് വരുമ്പോൾ 2007 എന്നുള്ളത് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുമായിരിക്കാം, അത്രേ വരാൻ സാധ്യതയുള്ളൂ. പിന്നെ ബേസിക് കമ്പ്യൂട്ടർ നോളജ്, പിന്നെ ടൈപ്പ് റൈറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇംഗ്ലീഷ്, മലയാളം. ഇവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇംഗ്ലീഷും മലയാളവും തന്നെയാണ്. മലയാളമൊക്കെ കുറച്ചുകൂടെ ശ്രദ്ധിച്ചു പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 20-15 മാർക്കോളം വാങ്ങി എടുക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ഓരോ വിഷയത്തിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങള് പഠിച്ചിട്ട് പോകണം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം LD ടൈപ്പിസ്റ്റ്, അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, ഇതൊക്കെ ഒരു കോമൺ എക്സാം ആയിരുന്നു കഴിഞ്ഞ വർഷം 2022 നടന്നത്. അപ്പൊ അതിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ ഒരുപാട് കുട്ടികൾ റാങ്ക് ലിസ്റ്റിലുണ്ട്. അതും ചെറിയ റാങ്ക് അല്ല, നല്ല റാങ്കിൽ തന്നെയാണ് കുട്ടികൾ വന്നത്. അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് ആദ്യ മാസങ്ങളിൽ തന്നെ അവർക്ക് സർവീസിൽ കയറാനും പറ്റി. ഇപ്പൊ ലിപിതയൊക്കെ സർവീസിൽ കയറി. അപ്പൊ അവർക്ക് അത്രയും സന്തോഷമുണ്ട്, ഇത്രയും പെട്ടെന്ന് തന്നെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് അധികം താമസിയാതെ സർവീസിൽ കയറാൻ പറ്റി എന്നുള്ളതിൽ തന്നെ നല്ല സന്തോഷമുണ്ട്. അപ്പൊ ഇത് പഠിച്ച അതേ സ്ട്രാറ്റജി ഉപയോഗിച്ച് തന്നെ നമുക്ക് അടുത്ത ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാം. അപ്പൊ ലോങ് ടേം ബാച്ച് ആണ്. ഇതിവിടെ നമുക്ക് ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് വൺസ് നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഹോൾ സിലബസിലുള്ള ക്ലാസ്സുകളാണ് കിട്ടുന്നത്. അപ്പോൾ സിലബസ് അനുസരിച്ച് ഓരോ ഡേ വൈസ് ആയിട്ട് നമുക്ക് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകാം. സിലബസിലെ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യുന്ന ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ആപ്പിൽ ലഭിക്കുക. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ടൈമിന്റെ ഉള്ളിൽ നമുക്ക് പഠിച്ചു തീർക്കാനും പറ്റും. അതേപോലെ തന്നെ എക്സാമിന് മുൻപ് 2-3 പ്രാവശ്യം റിവിഷൻ ചെയ്യാനും പറ്റും. പിന്നെ അതേപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. നമ്മൾ പഠിച്ചത് ടോപ്പിക്കുകൾ ആദ്യം മനസ്സിലാക്കി പഠിക്കാം, അതിനുശേഷം നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻ സെഷൻസ്, പ്രീവിയസ് ആയിട്ടുള്ള പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇനിയൊരു പരീക്ഷയ്ക്ക് കാത്തിരിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു അവസരമാണ്. അപ്പോൾ ജോയിൻ ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്